യഥാർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള ഉള്ള ഒരു വോട്ടറെ അയാളുടെ അവകാശം കവരാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു സംവിധാനമായിട്ട് ഇത് മാറാൻ പാടില്ലല്ലോ. വ്യാജ വോട്ടുകൾ, ഇരട്ട വോട്ടുകളോ ഇല്ലാത്ത വോട്ടുകളുണ്ടെങ്കിൽ അതിനെ നീക്കം ചെയ്യാനുള്ള എക്സസൈസാണെന്ന് പറയും. എല്ലാ നിലക്കും ജീവനോടെയുള്ള ലൈവായിട്ടുള്ള ഇത്രയും കാലം നാട്ടിന് വേണ്ടി പിന്നെ അകത്തും പുറത്തും കഠിനാധ്വാനം ചെയ്ത് ജീവിച്ചൊരു പ്രവാസിക്ക് അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അവരുടെ മുമ്പിൽ വെച്ചിട്ട് അവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഒരു എക്സസൈസായിട്ട് ഇത് മാറാൻ അതിനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെ ചെറുക്കുക എന്നുള്ളത് ഞങ്ങളുടെ ജനാധിപത്യ കടമയാണ്. ഞങ്ങൾ പരമാവധി ഞങ്ങളെ കൊണ്ടാവും വിധം ഈ പ്രവർത്തനങ്ങളിലും ഏർപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നുണ്ട്, നിയമ പോരാട്ടം നടക്കുന്നുണ്ട്. ഞങ്ങളിതിനെ കൃത്യമായിട്ട് പഠിച്ച് തന്നെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള ശ്രമങ്ങളാണ് പാർട്ടി. ഈ പാർട്ടി ക്യാമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ഒന്ന് SIR ആണ്. SIRൽ 2 പോയിന്റുകളാണ് പ്രവാസികൾ പ്രധാനമായി നേരിടുന്നത്. 6A ഫോമാണ് പ്രവാസികൾ ചെയ്യേണ്ടത്. അതിലൊരു പിന്നെ ജനിച്ച സ്ഥലം എവിടെയാണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് പ്രവാസികൾക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. ആ ഒരു ഓപ്ഷൻ പ്രവാസികൾക്ക് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് അത് ചെയ്യാൻ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. രണ്ടാമത്തേത് പല സൈറ്റുകളും ഇപ്പോൾ കുവൈത്തടക്കം തുറക്കാൻ പറ്റുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ഇവിടെ ആക്സസ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നാട്ടിലുള്ള വോട്ടർ പട്ടിക നോക്കാനോ അതിലുള്ള അടുത്ത പ്രോസസ്സിലേക്ക് പോകാനോ പറ്റുന്നില്ല. ഈ വിഷയം ഒരു 3-4 ആയിട്ട് ഞങ്ങളൊരു ക്യാമ്പ് സംഘടിപ്പിക്കുകയാണ്. ക്യാമ്പ് എക്സിക്യൂട്ടീവ് സംഘടിപ്പിക്കുകയാണ് PCCയുടെ നേതൃത്വത്തിൽ. അപ്പം അതിനകത്ത് ഏറ്റവും ഞാൻ സൂചിപ്പിച്ചതുപോലെ SIR ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ. അതിൽ പ്രായോഗികമായി നേരിടുന്ന ബുദ്ധിമുട്ടുകൾ, അതിൻ്റെ പരിഹാര മാർഗങ്ങൾ, അത് പരിഹരിക്കാൻ പാർട്ടി എന്നുള്ള നിലക്ക്, മുന്നണി എന്നുള്ള നിലക്ക് നടത്തേണ്ട ഇടപെടലുകൾ, ജനപ്രതിനിധികൾ നടത്തേണ്ട ഇടപെടലുകൾ, പ്രസ്ഥാനം ആസ് സച്ച് ദേശീയ തലത്തിൽ തന്നെ എടുക്കേണ്ട കാര്യങ്ങൾ, ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണകൾ ഉണ്ടാക്കും. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഉള്ള ഒരാളെ, റിയൽ ആയിട്ടുള്ള ഒരാളെ, ലൈവായിട്ടുള്ള ഒരാളുടെ വോട്ട് നിഷേധിക്കാനുള്ള ഒരു സാഹചര്യം ഇതുവഴി ഉണ്ടാവാൻ പാടില്ല. സാങ്കേതികത്വത്തിൻ്റെ